കേരളത്തിൽ ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ സിൽവർ ലൈൻ റെയിൽ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന തിരുവനന്തപുരം - കാസർഗോഡ് അർദ്ധ അതിവേഗ റെയിൽവേ കോറിഡോർ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ പുറത്തുവിട്ടു. ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന തീരുമാനങ്ങൾ: പദ്ധതി ഔദ്യോഗികമായി റദ്ദാക്കി. സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കും. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ പുറപ്പെടുവിച്ചിരുന്ന എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ഞക്കുറ്റികൾ മാറ്റും. ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായ അതിരടയാളം നിശ്ചയിക്കാൻ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പൂർണ്ണമായും പിഴുതുമാറ്റാൻ റവന്യൂ വകുപ്പിനോട് സർക്കാർ ആവശ്യപ്പെട്ടു. സമരക്കാർക്കെതിരെയുള്ള കേസുകൾ: മുൻപ് സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്ത നാട്ടുകാർക്കും ജനകീയ സമിതി പ്രവർത്തകർക്കുമെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പശ്ചാത്തലം: തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ 4 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് യാത്ര ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് 530 കിലോമീറ്റർ ദൈർഘ്യമുള്ള സിൽവർ ലൈൻ പദ്ധതി മുൻ സർക്കാർ വിഭാവനം ചെയ്തത്. എന്നാൽ വലിയ തോതിലുള്ള പരിസ്ഥിതിയാഘാതം, ജനങ്ങളെ കുടിയൊഴിപ്പിക്കൽ, കനത്ത സാമ്പത്തിക ബാധ്യത എന്നിവ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തുടനീളം വലിയ ജനകീയ പ്രതിഷേധങ്ങളാണ് പദ്ധതിക്കെതിരെ അരങ്ങേറിയത്. കൂടാതെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിയും ഈ പദ്ധതിക്ക് ലഭിച്ചിരുന്നില്ല.